ഹായ് ഹലോ. ഇന്ന് നമുക്ക് സിഗരറ്റ് പാൻറ്റിൽ 2 തരത്തിൽ സ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യത്തേതെന്ന് പറയുന്നത് നോർമലായിട്ടും നമ്മൾ ചെയ്തു വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റിലെ നമ്മൾ എൻഡ് പോർഷനിൽ കുറച്ചൊന്ന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എവിടെ വരെയാണോ നമ്മൾ സ്ലിറ്റ് വേണ്ടത് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ആ ഒരു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത അത്രയും ഭാഗം ഒരു 1/2 ഇഞ്ചോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡ് സ്ലിറ്റ് വരുന്ന എവിടം വരെയാണോ പാൻറ്റിൽ അത് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ രണ്ടും രണ്ടായിട്ട് ഇതേപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ഒരെണ്ണം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത് ബാക്കി നമ്മൾ ആ തയ്യൽ തുമ്പും സൈഡ് ജോയിൻ ചെയ്യുന്നതും എല്ലാം ഒരു സൈഡിലോട്ടാക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്യാൻ മാത്രമല്ല സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതൊന്ന് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട. ബാക്കിയുള്ളവരും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് വരുന്നവരും ഉണ്ടാകും. അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് ആ കോർണറൊക്കെ ഒന്ന് ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കോർണർ ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം ഒരു നമ്മൾ ബാക്ക് സൈഡ് ഉൾഭാഗത്ത് ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ആദ്യത്തെ ഒരു മെത്തേഡാണ്. ഇതാണ് കൂടുതൽ പേരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതിലും സിമ്പിളായിട്ടൊരു മെത്തേഡുണ്ട്. അത് നമ്മൾ അടുത്തതായിട്ട് നമ്മളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയുണ്ട്, ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് അടുത്ത ഒരു മെത്തേഡും കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ, കൂടുതൽ സമയം എടുക്കുന്നത് ഏതാ, നമ്മൾ ഏറ്റവും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിരിക്കും കൂടുതലും നമ്മൾ എളുപ്പമുള്ള മാർഗ്ഗമായിരിക്കും നോക്കുന്നത്. അപ്പം ഇതിലേതാ എളുപ്പമുള്ളതെന്ന് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട എത്രയാണോ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡ് സ്ലിറ്റ് എവിടം വരെയാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ശ്രദ്ധിച്ച് കാണേണ്ടത്. നമ്മൾ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഒരു സൈഡിലത്തെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു അടിവശത്തുള്ള ആ ഒരു ഇത് നമ്മൾ എത്രയാണോ ഫോൾഡ് ചെയ്ത് തയ്യൽ തുമ്പ് മടക്കേണ്ടത് ആ ഒരു മടക്ക് നമ്മുടെ ആ ജോയിൻ്റ് ഭാഗത്ത് തന്നെ വരണം. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ആ ജോയിൻ്റ് ഭാഗത്ത് വന്ന് നിൽക്കത്തക്ക വിധത്തിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വരച്ചൊക്കെ കാണിക്കുന്നത്. ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. അതേപോലെ തന്നെ അടുത്ത ഭാഗവും അതേപോലെ തന്നെ എടുക്കുക. അതിന് മുന്നായിട്ട് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു സ്ലിറ്റ് ചെയ്തില്ലേ, കോർണറൊക്കെ നമ്മൾ എങ്ങനെയാണോ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഒരു സൈഡ് നമ്മൾ ഫിനിഷാക്കി കഴിഞ്ഞു. ഇനി അടുത്തതാണ് അടുത്ത സൈഡ്. ഇതേപോലെ തന്നെ ഈ നമ്മൾ മടക്കി അടിച്ച ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി ഒതുക്കി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗം ഇതേപോലെ തന്നെ ഒന്ന് തയ്യൽ തുമ്പ് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ നമ്മളത് ക്ലിയർ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം ആ ഒരു കോർണറും നല്ല ഒന്ന് ഷാർപ്പിൻ്റെ വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഏതാ എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതല്ല വീഡിയോ സ്റ്റിച്ചിങ് അറിയാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെട്ടോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.